ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വീട്ടിലെ പൂക്കളാണ് കാണിക്കുന്നത്. പൂക്കളും ചെടികളൊക്കെ കാണിക്കാം. അപ്പം ഇതുവരെ കാണിക്കാത്ത കുറച്ച് പൂക്കളാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ ഒരു പൂ ഉള്ളത് കൊണ്ടാണ്. കാരണം ഇത് എല്ലാ തവണയും ഉണ്ടാവാറുണ്ടെങ്കിലും ഈ ഒരു ഡിസംബർ ജനുവരി ആ മാസത്തിലാണ് ഉണ്ടാവാറ് ഈ ഒരു പൂവ്. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ്. അപ്പം നിറയെ കൊലകുത്തി പൂ ഉണ്ടായിക്കണം, ഭംഗിയായിട്ട് നല്ല എന്താ പറയുക ബൊക്കെ പോലെ നല്ല ഇത് ഈ ഒരു മാസത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും പൂവല്ല, ശരിക്കും ഇതിൻ്റെ ഇല തന്നെയാണല്ലോ പൂവായിട്ട് കാണുന്നത് വരുന്നത്. അപ്പം ഇത് നല്ല പോലെ നിറഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ആണ് മെയിനായിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പൂ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. കാരണം കുറേ പേര് ഇത് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് ഒരു കമ്പ് തരുമോ അങ്ങനെയൊക്കെ. ഇത് നട്ട് പിടിപ്പിക്കാൻ കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ തൈക്ക് നട്ടിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ് നിൽക്കണം കാണാനായിട്ട്. ഈ ഒരു ഡിസംബർ മാസത്തിൽ തണുപ്പുള്ള സമയത്താണ് ഇതിൽ പൂവല്ല ഞാൻ പറഞ്ഞില്ല, എന്നാലും ഉണ്ടായി തുടങ്ങുന്നത്. എന്നാൽ നല്ല ഭംഗിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. നല്ല കളർഫുള്ളാണ് അത് കാണാൻ. ശരിക്കും ഇത് എന്താ പറയുക, വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ആ ഒരു റെഡ് കളറിൽ ശരിക്കും റെഡായിട്ടല്ല കാണുന്നത്, ഒരു ഡാർക്ക് പിങ്ക് ആയിട്ടാണല്ലേ. ശരിക്കും നല്ല റെഡാണ് കേട്ടോ, നല്ല റെഡ് കളറാണ് കാണാൻ, നല്ല അടിപൊളിയാണ്. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിലൊരു റെഡായിട്ട് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും ബാക്കിയൊക്കെ പിങ്ക് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ലീഫ് നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു പൂവ്, ഇത് ഗന്ധരാജനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല്, കാരണം ഗന്ധരാജൻ്റെ കുറേ പൂക്കളുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ എടുത്താണ് കേട്ടോ ബാക്കി എല്ലാ ഇവിടെ പൂക്കളുണ്ടായി നിൽക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു ദിവസം എടുത്താണ്. അപ്പോൾ ഈ ഒരു ഗന്ധരാജനിൽ അത്യാവശ്യം പൂവൊക്കെ ഉണ്ട്. പിന്നെ ഇത് റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അതിൽ പൊടിയുണ്ട്. എന്നാലും ഈ ഒരു ഭാഗത്ത് ഈ ഗന്ധരാജൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമാണല്ലോ അതിന്. നമുക്കിതൊരു എന്താ പറയുക ഷേഡിലും ഒക്കെ വയ്ക്കാവുന്നൊരു പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ വലിയ വില ഉണ്ടാവില്ല, കാരണം എപ്പോഴും കാണുന്ന കോമൺ പ്ലാന്റ് ആണല്ലോ. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയൊക്കെ എല്ലാവരും ബാൽക്കണിയിലും ഒക്കെ വെച്ചേക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ്. നല്ല രസം, കാരണം ഇതിൻ്റെ ഫ്ലേവറിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ നല്ലതാണല്ലോ. ഗന്ധരാജൻ്റെ മൊട്ടാണത്. പിന്നെ ഇത് സിഡം പ്ലാന്റ് ആണ്. ഇതിൻ്റെ ആ ഒരു ലെമൺ എന്താ പറയുക യെല്ലോ കളർ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊരു ചട്ടിയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമായിട്ട് നല്ല തിക്നെസ്സോടുകൂടി. അതിൻ്റെ ഇലയിൽ കുറച്ച് എന്താ പറയുക വെള്ളം ഉള്ളത് കൊണ്ട് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല വെയിലുള്ള സ്ഥലത്ത് ആണ് വയ്ക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിൽ വേണ്ടതാണ്. പക്ഷേ ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ആണ്. പിന്നെ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമ്മുടെ ഈ 10 മണി ടേബിൾ റോസ് ഉണ്ടല്ലോ, ടേബിൾ റോസിൻ്റെയൊക്കെ ഒരു ഇല പോലെ തോന്നും. പക്ഷേ അതിനേക്കാളും ഞാൻ പറഞ്ഞില്ലേ യെല്ലോ കളറാണ്. അതുപോലെ തന്നെ തിക്നെസ്സും ഉണ്ട് അതിനേക്കാളും. ഇതാണ് നമ്മുടെ സിഡം പ്ലാന്റ്. ഞാൻ വേറൊരു ചട്ടിയിലും കൂടി ഇവിടെ ഞാനല്ല കേട്ടോ, അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതാണ്, ഇത് വളർന്ന് വലുതാവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗി, നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടാനും പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സിഡം പ്ലാന്റ് വന്നിട്ട്. അതുപോലെ അടുത്തത് ഈ ഒരു അഡീനിയമാണ്. അഡീനിയത്തിൻ്റെ ഫ്ലവർ നല്ല രസമല്ലേ കാണാൻ. ഇത് കോമൺ ആയിട്ട് കാണുന്ന അഡീനിയമാണ്. ഇതിപ്പം നമുക്ക് പല ലെയറിലുള്ള അഡീനിയം അവൈലബിൾ ആണ് നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അത്യാവശ്യം റേറ്റും ഉണ്ട്. പക്ഷേ ഈ ഒരു കോമൺ വെറൈറ്റിക്ക് റേറ്റ് അത്ര കൂടുതലില്ല. പക്ഷേ ഇങ്ങനെ ലെയറൊക്കെ വരില്ല, 2-3 ലെയറൊക്കെ വരുമ്പോൾ നല്ല രസമാണ് പൂ കാണാൻ. പക്ഷേ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു അഡീനിയം ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇതിലിപ്പം ഒരു 3-4 പൂവൊക്കെ ഒരു ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം നല്ല രസമാണ് കാണാൻ, 4 പൂവൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇടാം. ഒരു 3 പൂ ഉണ്ടായപ്പോഴത്തെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ് ഈ പൂ കാണാനായിട്ട്.
പിന്നെ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഇത് കലാഞ്ചിയാണ് കേട്ടോ. കലാഞ്ചിയ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഫ്ലവർ ഓറഞ്ച് കളറിന് പല വെറൈറ്റി നമുക്ക് നഴ്സറിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കലാഞ്ചിയ. ഇപ്പം കുറേ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് ഈ കലാഞ്ചിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ ഒരു കണ്ടോ ബോർഡർ ഗ്രാസ് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വളർന്നു വരുന്നുള്ളൂ കേട്ടോ. നേരത്തെ ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്നിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മാസം കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ നിങ്ങളിപ്പോൾ കാണുന്ന ബോർഡർ ഗ്രാസ്. അപ്പോൾ അതിൽ പൂവൊക്കെ വൈറ്റ് കളറിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു എനിക്ക് ബോർഡർ ഗ്രാസ് ഒരു വീട്ടിൽ നിന്ന് ഒരു ചേച്ചി തന്നതൊക്കെ. അപ്പോൾ അത് ഈ ഒരു ഇവിടെ കണിക്കൊന്നമരം ഉണ്ട്. കണിക്കൊന്നമരം കണ്ടോ, കണിക്കൊന്നമരത്തിന് ചുറ്റും നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ 2 ലെയറായിട്ട് നട്ടുപിടിപ്പിച്ചാണ്. അപ്പം നല്ല രീതിയിൽ അതൊരു നിറഞ്ഞു വരും എന്ന രീതിയിലാണ് നട്ടുപിടിപ്പിച്ചത്. അപ്പം അതിന് ശേഷം നട്ട ഉടനെ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഡെയിലി നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും വെക്കാം. തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ഒരു തണവ് പോലെയൊക്കെ നല്ലൊരു എന്താ പറയുക പുൽത്തകിടിയൊക്കെ പോലെ നമുക്ക് വച്ച് പിടിപ്പിക്കാവുന്നൊരു പ്ലാന്റാണ് ഈ ബോർഡർ ഗ്രാസ് വന്നിട്ട്. ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ബോർഡർ ഗ്രാസ്. നല്ല രസമല്ലേ കാണാൻ, നല്ല എന്താ പറയുക നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്നൊരു ഒരു ചെടിയാണ്. അപ്പം ഇത് ഒരു മാസത്തിന് ശേഷം ഞാനിപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇനി കുറച്ചുകൂടി നല്ല രീതിയിൽ വളർന്നു വരാനുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. വേറൊന്നുമല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു ഗാർഡനൊക്കെ നല്ല രീതിയിൽ അടിപൊളിയാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഏരിയയൊക്കെ അങ്ങനെ ഓരോ രീതിയിലൊക്കെ ഭംഗിയായിട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ബോർഡർ പോലെ ഈ നമ്മുടെ ഹൃദയം, ചിലരൊക്കെ കണ്ണാടി ചെടി എന്ന് പറയും, അതൊരു സൈഡിൽ അത് വളർന്നു വരുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് വച്ചിട്ടുള്ളൂ. അതും സൈഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ്. അതിൻ്റെ ഗ്രീൻ കളർ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനി ഇത് കുറച്ചുകൂടി വലുതാക്കുമ്പോൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് ഫോട്ടോ ഇടാം. ഇതാണ് ആ കണിക്കൊന്ന മരം. ഇതിൻ്റെ ചോട്ടിലാണ് നമ്മൾ കണ്ടോ. അതുപോലെ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയതും അതുപോലെ തന്നെ ഹാങ്ങിങ് അല്ലാണ്ട് ഇടാൻ പറ്റിയ പ്ലാന്റാണ് ഇപ്പോൾ കണ്ട ഒരു വയലറ്റ് കളർ പ്ലാന്റ്. എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു വീട്ടിൽ ജെബോണിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ഓൺലൈനിൽ വാങ്ങിച്ച് കാണിച്ചാൽ അതാണ് ഈ കുഞ്ഞിതായിട്ട് ഇല കാണുന്നത്. ആ പ്ലാന്റ് ആണ് കേട്ടോ. വളർന്നു വരുന്നേ ഉള്ളൂ. ജെബോണിക്ക നല്ല വൈറ്റ് കളർ പൂണ്ടാകുന്ന ഒരു വെള്ളത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ജെബോണിക്ക. പിന്നെ ഇവിടെ കുറേ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഈ ഓടി നടക്കുന്നത്, നിറയെ ഉണ്ട്. ഇനി അടുത്തത് ഈ ഒരു പട്ടത്തിപ്പൂവാണ്. നല്ല മഞ്ഞ കളറിൽ പട്ടത്തിപ്പൂവാണ്. ഇത് ഞാൻ പണ്ട് എപ്പോഴോ നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ. നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറാണല്ലോ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നത്. അതും ഇനി എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് നട്ടുപിടിപ്പിക്കണം. ഇതിപ്പോൾ മഞ്ഞ കളറാണ്. ഞാനിത് ഈ പൂ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തുമ്പിക്ക് ഒരു മാലയൊക്കെ കെട്ടി കൊടുത്തായിരുന്നു. വേറെ നല്ല പണ്ടൊക്കെ നമ്മളിങ്ങനെ പട്ടത്തി ചെടി, മുല്ലപ്പൂവാണ് കൂടുതലും മാല കെട്ടുന്നത്. എന്നാൽ പോലും പട്ടത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ ഒരു പട്ടത്തി അതിന് അധികം പൊക്കമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഷോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒട്ടും തന്നെ അങ്ങനെ നീളത്തിലൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കുടം പോലെയൊക്കെ നിൽക്കുന്നത്. പക്ഷേ അതിൽ നിറയെ പൂവുണ്ട്. നല്ല രസമാണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് കാണുമ്പോൾ ഞാൻ പണ്ട് നട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ഇഷ്ടം ഇതിനോടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് പറിച്ച് മാല കെട്ടി തുമ്പിക്ക് കെട്ടി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതും എനിക്ക് ഒരു ചേച്ചി തന്നാണ്. ഇത് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. നല്ല കളർഫുള്ളാണ്. ഒരു ഏരിയയിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് വയ്ക്കാനായിട്ട് നല്ലൊരു പറ്റിയ പ്ലാന്റാണ്. പിന്നെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 മണിച്ചെടി, 10 മണിച്ചെടി എന്നൊക്കെ പറയുന്ന ഇത് 4 മണിച്ചെടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ 2 കളർ ഇവിടെ ഉണ്ട്. എന്താ പറയുക, ഈ ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു പിങ്ക്. ഇപ്പം പൂ ഉണ്ടായില്ല, പൂ വിരിഞ്ഞ് വരണുള്ളൂ. ഞാൻ നേരത്തെ ഒരു 7 മണി സമയത്ത് എന്തോ ആണ് എടുത്തത്. വിരിഞ്ഞ് വരണുള്ളൂ പൂവ് രാവിലെ. പിന്നെ ഇതൊരു പിങ്ക് കളറും. അതുപോലെ ഇതൊരു ടേബിൾ റോസിൻ്റെ വലിപ്പമുള്ള ടേബിൾ റോസാണ് കേട്ടോ. അത് നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. കോമൺ വെറൈറ്റി അല്ല, കുറച്ചുകൂടി വലുതായിട്ട് വരും. നല്ല രസമാണ് കാണാൻ. അതുപോലെ ഇത് പിച്ചിപ്പൂവാണ്. പിച്ചിപ്പൂവ് നല്ല മണം ഉള്ളൊരു പൂവാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ വള്ളി പോലെ കയറി പോകുന്ന ഒരു പ്ലാന്റാണ് ഈ പിച്ചിപ്പൂവ്. അതുപോലെ ടേബിൾ റോസിൻ്റെ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. പിന്നെ അതുപോലെ ഇതിൻ്റെ യെല്ലോ കളറും ഉണ്ട്. പിന്നെ ഇവിടെ വൈറ്റും ഉണ്ട്. ഈ ടേബിൾ റോസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി ഇപ്പം പൂ ഉണ്ടാവും. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ്, ഇത് ശരിക്കും ഇതിൻ്റെ 2 കളർ ഇവിടെ ഉണ്ട്. ഇത് റെഡാണ് കേട്ടോ. റെഡാണ് ആദ്യം കണ്ടത്. പിങ്കാണ്.
പിന്നെ ഞാൻ നേരത്തെ നഴ്സറി പോയ സമയത്ത് ഞാൻ കുറച്ച് മൺചട്ടികളും വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ മൺചട്ടിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ പ്ലാസ്റ്റിക് പോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് കൊണ്ടുനടക്കാനും കൈകാര്യം ചെയ്യാൻ ഈസിയാണ്, നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാനും. ഞാനിപ്പോൾ എപ്പോഴും എന്താ പറയുക, ബാൽക്കണിയിൽ വെച്ചിരുന്ന പ്ലാന്റ്സ് എല്ലാം വെള്ളം നനയ്ക്കാത്ത അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടാണ് നനയ്ക്കുന്നത്. അപ്പോൾ എടുത്ത് പൊക്കാനും കൊണ്ടുനടക്കാനൊക്കെ ഈസി അതാണ്. പക്ഷേ മൺചട്ടിയാണ് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മൺചട്ടി വാങ്ങിക്കാൻ വിചാരിച്ചു. അങ്ങനെ 2-3 മൺചട്ടി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതൊരു ചെമ്പരത്തിയാണ്. ഇത് കുഞ്ഞു പൂവുണ്ടാകുന്ന ചെമ്പരത്തിയാണ് കേട്ടോ. വളരെ ചെറിയ പൂവാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.